നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. 2012 മുതൽ ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട്. എൻ്റെ ജീവിതം, അതിനുശേഷവും അതിനു മുമ്പുള്ള ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് UDFന്റെ മുന്നണിയാണ്, അവരുടെ നോമിനിയാണ്. ഞാൻ ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ നോമിനിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള MLA അതേ പ്രസ്താവനയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഏത് സ്ഥലത്താണെങ്കിലും അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കൊണ്ട് അത് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ ഇപ്പൊ നൽകുന്ന, ഞാൻ നാമനിർദ്ദേശം നൽകാൻ പോവുകയാണ്, അത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പ്രസ്താവിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ INL നേതാവ് പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഏതോ പ്രചാരണത്തിൽ ഈ ജമാഅത്തിന്റെ പങ്കെടുത്തു, പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല വനിതാ ലീഗിന് ഒരു തരത്തിലും പ്രാമുഖ്യം നൽകാതെ ഫാത്തിമ കുട്ടിച്ചിറയിലുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസമാകുന്നുള്ളൂ. അതിനിടയിൽ ഫാത്തിമയെ ഈ രീതിയിൽ പരിഗണിക്കണമെങ്കിൽ അത് ഇവരുടെ നോമിനി ആയിട്ടായതുകൊണ്ടാണ് എന്നാണ് ആരോപണം. എന്തായാലും തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഒരു സംഘടനയിൽ നിന്ന് മാറിപ്പോയ ആളുകളാണല്ലോ അവര് ഇത്തരത്തിൽ സൂക്ഷ്മമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം. എനിക്ക് പറയുന്ന ഒരു വണ്ടി എടുത്തുകൊണ്ട് അവർ പിന്നാലെ വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു രൂപത്തിലുള്ള പ്രയാസമില്ല. ഞാൻ ഇവിടെ ആളുകളോടാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് ആര്, എന്ത് മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ 100% വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട്, അദ്ദേഹം നടത്തുന്ന ഇത്രയും ഈ രൂപത്തിലുള്ള ആരോപണങ്ങളോടൊന്നും മറുപടി പറയുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയ്ക്കുള്ള ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതിൽ യാതൊരു യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതാണ് അതിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. സാധാരണ നേരിട്ട് പറയുന്നത് ഇപ്പൊ മറ്റൊരാളെ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളതാ. ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക്, ഇപ്പോഴുള്ള MLAക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. അദ്ദേഹത്തിന് അത്തരത്തിൽ അഭിപ്രായമുണ്ട് എങ്കിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള അതേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ആണല്ലോ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം അത് തെളിയിക്കട്ടെ, തെളിവുമായിട്ട് എന്റെ മുമ്പിൽ വരട്ടെ. ഞാൻ ഇത്രയും കാലം പഠിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും ഒക്കെ കൃത്യമായിട്ട് UDF സംവിധാനത്തിലൂടെയാണ്. ആ രൂപത്തിലാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുള്ള MLA പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനവും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇദ്ദേഹം തന്നെ ഈ രൂപത്തിലുള്ള പ്രസ്താവന എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ഒരു കോൺട്രഡിക്ടറി ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അന്വേഷിച്ചു പോകും. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടോ അദ്ദേഹം പഠിച്ച സ്ഥാപനമോ, ഞാൻ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല. അദ്ദേഹമാണല്ലോ ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ച ആൾക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം അത് ജനങ്ങളുടെ മുമ്പിൽ, ഞാൻ അത്തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ അങ്ങനെയല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മനുഷ്യരാണ് എന്നോടൊപ്പം ഇത്രയും കാലം എന്നെ നയിച്ചിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുത്തത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് എന്റെ മേൽവിലാസം. ഇതില് തെറ്റുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തങ്ങന്മാർ വരെ പറഞ്ഞു ഇവ സഹകരണമുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഐക്യം പ്രഖ്യാപിച്ച രീതിയിലാണോ, അതോ കുഴപ്പമില്ല എന്ന രീതിയിലാണോ ഫാത്തിമ ഈ വിഷയത്തെ നോക്കിക്കാണും? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ അറിയുക. അതാരാണ് എങ്കിലും, ഏത് മനുഷ്യരാണെങ്കിലും വോട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇനി വോട്ടില്ലാത്ത വ്യക്തിക്കും, ഞാൻ വോട്ടർ എന്ന് പറയുമ്പോൾ വോട്ടില്ലാത്ത വ്യക്തിയും ഞാൻ പരിഗണിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക്, അവർക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് വേണം, കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം എന്നുള്ളത് മുതിർന്ന ആളെക്കാളും കൂടുതൽ വോട്ടില്ലാത്ത ചെറിയ കുട്ടികളുടെ ആവശ്യമാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് വേരുകളുള്ള സ്ഥലമാണിത്. കുട്ടിക്കാലം മുതൽ ഇവിടേക്ക് വരികയും ഒരുപാട് കുടുംബ ബന്ധവുമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു കാര്യത്തിനെയും ഞാൻ ഗൗരവത്തിലെടുക്കുന്നില്ല. ആളുകളോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട്, വോട്ട് ചോദിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് അവരുടെ സ്വപ്നത്തിനൊപ്പം ഉയരുക എന്നുള്ളത് മാത്രമാണ് എന്റെ മുമ്പിലുള്ള ലക്ഷ്യം. വനിതാ ലീഗിന്റെ അതൃപ്തി വീണ്ടും വരുന്ന സുഹ്റാവമ്പാടിന്റെ മോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളിലൊന്നും, പിന്നെ ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലാണ്. പിന്നെ അവരൊക്കെ എന്നെ മുതിർന്ന നേതാക്കന്മാർ, ഒരുപക്ഷെ എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് സംഭാവന ചെയ്ത ആളുകളാണ് അവരൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പാർട്ടിയോ അല്ലെങ്കിൽ UDFന്റെ സംവിധാനമോ പരിശോധിച്ചുകൊണ്ട് അവർക്ക് എന്താണ് പ്രയാസം എന്നുള്ളത് അവർ ദൂരീകരിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്.
അതെ, അവരെന്തായാലും വരും. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഈ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് എങ്കിൽ എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് അവരെന്റെ പൊളിറ്റിക്കൽ ടീച്ചേഴ്സാണ്. ഞാൻ അവരെ ഫോളോ ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പരസ്യമായിട്ട് നൂർബിനൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടി അനുനയിപ്പിച്ചിട്ട് വേണ്ടേ പ്രചാരണം? തീർച്ചയായിട്ടും ഞാൻ അവരെല്ലാവരെയും, എൻ്റെ നേതാക്കന്മാരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് എന്താണോ പറയേണ്ടത്, എൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ എന്നെ ഏത് രൂപത്തിലാണോ പരുവപ്പെടുത്തിയെടുത്തത് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ എന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.